ഏതോ വലിയ പാപം ചെയ്തതിനാൽ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് താങ്കൾ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുകയാണോ സുഹൃത്തെ? മനഃപൂർവമായി അനുതപിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവം ക്ഷമിക്കുമെന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്. ഇത് വ്യക്തമാക്കുന്ന ബൈബിളിലെ അനേകം ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, നാം എല്ലാം ഇഷ്ടപ്പെടുന്ന, നമുക്കൊക്കെ മനപ്പാഠം അറിയാവുന്ന 51 സങ്കീർത്തനം. ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ മഹത്തായ സങ്കീർത്തനമാകുന്നു 51 സങ്കീർത്തനം. ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളുടെയും മുകളിൽ എഴുതിയിട്ടുള്ള വിവരണം വാസ്തവത്തിൽ ദൈവപ്രേരിതമായ വചനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 51 സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനം മനസ്സിലാക്കുവാൻ പശ്ചാത്തലം അറിയേണ്ടത് ആവശ്യവുമാണ്. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് തലക്കെട്ടിൽ നാം വായിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിലെ ആ വലിയ കറയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാവീദിൻ്റെ പാപത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം. ദൈവത്തിൻ്റെ 2 കൽപ്പനകൾ ദാവീദ് ലംഘിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. 7ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് അവൻ ലംഘിച്ചു. അവൻ ബത്ശേബയുമായി വ്യഭിചാരം ചെയ്തു. കുല ചെയ്യരുത് എന്ന 6ാമത്തെ കൽപ്പനയും ദാവീദ് ലംഘിച്ചു. പരോക്ഷമായിട്ടാണ് ദാവീദ് അത് ചെയ്തത്. യുദ്ധരംഗത്ത് ബത്ശേബയുടെ ഭർത്താവായ ഊരിയാവ് കൊല്ലപ്പെടത്തക്ക വിധത്തിൽ മുൻനിരയിൽ നിർത്തുവാൻ ദാവീദ് ക്രമീകരണം ചെയ്തു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹീനമായ ഒരു കൃത്യമായിരുന്നു. കാരണം ഊരിയാവ് ദാവീദിൻ്റെ വളരെ വിശ്വസ്തനായ ഒരു അനുയായിയും ശക്തനായ പടയാളിയുമായിരുന്നു. അല്ലാത്തപക്ഷം ദാവീദിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് പോകുമായിരുന്നില്ലല്ലോ. ഈ നിന്ദ്യമായ സംഭവത്തിന് ശേഷം ദാവീദ് ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞുമില്ല. മിസ്രൈമിലും ബാബിലോണിലും ഫലസ്തീൻ ദേശത്തും ഏദോമിലും മോവാബിലും അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ 2 കാര്യങ്ങളും സാധാരണ കാര്യങ്ങളായിട്ടേ പരിഗണിക്കുമായിരുന്നുള്ളൂ. ദാവീദ് ചെയ്തത് അവിടെല്ലാം സാധാരണ സംഭവങ്ങളും ഒരു രാജാവിന് ചെയ്യുവാൻ അവകാശപ്പെട്ടതായി അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളും മാത്രമായിരുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. വളഞ്ഞ കുറേ കമ്പുകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടിയാൽ, അങ്ങനെ കെട്ടിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവ അന്യോന്യം വളവ് തീർത്ത് നേരെ ഇരിക്കുന്നത് പോലെ തോന്നും, ഇല്ലേ? നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഓരോന്നെടുത്തെന്നാൽ വളഞ്ഞിരിക്കും, എന്നാൽ ഒരുമിച്ച് ചേർത്താൽ വളവറിയില്ല. ഇവിടെ ദാവീദിൻ്റെ സമയത്ത് രാജാക്കന്മാർ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെ അത്ര മോശപ്പെട്ട ഒരു കാര്യമായി ആരും അന്ന് ചിന്തിച്ചില്ല. ഇന്നും അങ്ങനെ ആണല്ലോ. എന്നാൽ അത് തെറ്റാകുന്നു എന്ന് ദൈവം പറഞ്ഞത്രയും തന്നെ മോശമാകുന്നു അത്. പുറമേ നോക്കിയെന്നാൽ ദാവീദ് അത് ചെയ്തിട്ടും രക്ഷപ്പെട്ടു എന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം, ദാവീദ് ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. അവന് ഈ പാപത്തെ കൈകാര്യം ചെയ്യാതെ മുൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല എന്നത് തീർച്ചയാണ്. അവൻ മിണ്ടാതിരുന്ന ഇടവേളയിൽ അവന് വളരെയധികം കഷ്ടവും ദുരിതവും അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അവനാകെ തകർന്നവനായി. അവൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയ ആ ചിന്താഗതി, അന്നവൻ അനുഭവിച്ച വ്യഥ 32 സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അവൻ്റെ കൊട്ടാരത്തിൽ ദാവീദ് വളരെയധികം അസ്വസ്ഥനും ആകുല ചിന്തയുള്ളവനുമായി തീർന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുഴപ്പമില്ല, ആര് ചോദിക്കാനാണ്? എന്നാൽ ഉള്ളിൽ എപ്പോഴും തന്നെ കുത്തിക്കൊണ്ടിരുന്നതായ ഒരു പ്രശ്നം. നാം വായിക്കുന്നത്, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭീകരതയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ഇടക്കാലത്ത് ദാവീദിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് ദൈവം അയക്കുന്നു. ദാവീദിനോട് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നാഥാൻ തൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതായി നാം കാണുന്നത്. ഞാൻ ആ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെവിടെ ആകുന്നു നിങ്ങൾക്കറിയാം. 2 ശമൂവേൽ 12 അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചാൽ മതി.
അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ കഥ നിങ്ങൾക്കറിയാമല്ലോ. അതിനെ തുടർന്ന് വേദപുസ്തകത്തിലെ ഏറ്റവും നാടകീയമായ ഒരു രംഗം നാം കാണുന്നു. നാഥാൻ പ്രവാചകൻ തിരുവചനത്തിലെ ഏറ്റവും ധൈര്യശാലികളായ മനുഷ്യരിൽ ഒരാളായി അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിൻ്റെ നേരെ തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ തന്നെയാണ് ആ മനുഷ്യനെന്ന് പറഞ്ഞു. നാഥാൻ അപ്രകാരം തന്നോട് പറഞ്ഞപ്പോൾ 3 പോംവഴികൾ ദാവീദിന് മുമ്പിലുണ്ടായിരുന്നു. 3 വിധത്തിൽ അവന് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. ഒന്ന്, ആ കുറ്റം ദാവീദിന് തള്ളിപ്പറയാമായിരുന്നു. നാഥാൻ പറയുന്നത് ശരിയല്ലെന്നും തന്നെ അവഹേളിക്കുന്നതിന് നാഥാൻ ശ്രമിക്കുകയാണെന്നും ദാവീദിന് പറയാമായിരുന്നു. അവനങ്ങനെ പറഞ്ഞാൽ ആരുണ്ട് അവനെ ചോദ്യം ചെയ്യാൻ? രണ്ടാമതായി, തൻ്റെ ചെങ്കോൽ നാഥാൻ്റെ നേരെ അവന് ചൂണ്ടാമായിരുന്നു. ഒരു വാക്കും പറയാതെ തന്നെ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ തന്നോടൊപ്പം നിൽക്കുന്ന അംഗരക്ഷകന്മാർ കാര്യം മനസ്സിലാക്കുകയും നാഥാനെ കൊണ്ടുപോയി കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. ദാവീദിന് യാതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി, വേറൊരു വഴി കൂടി ദാവീദിന് മുമ്പിൽ തുറന്നു കിടന്നിരുന്നു. അത് കുറ്റം സമ്മതിക്കുക എന്നതായിരുന്നു. ആ മാർഗമാണ് ദാവീദ് അവലംബിച്ചത്. ദാവീദ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. ദാവീദ് വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലായിരുന്നു എന്നോർക്കണം. അവൻ രാജാവായിരുന്നു. അന്നത്തെ അറിയപ്പെട്ട രാജാവ്. രാജാവിന് തെറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ സമീപിച്ചുകൂടാതെ വണ്ണം ഉന്നത സ്ഥാനത്തായിരുന്നു. ആരും രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടുമായിരുന്നില്ല. എന്നാൽ നാഥാൻ അപ്രകാരം ചെയ്തു. ദാവീദ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. നാഥാൻ ദാവീദിനോട് ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചതായി 10 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതും നിങ്ങൾ തന്നെ വായിക്കണമേ. ഇതാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. അതിനുശേഷം ദാവീദ് തൻ്റെ രഹസ്യ അറയിൽ കടന്ന് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിധം പാപം ഏറ്റുപറഞ്ഞു. ശ്രേഷ്ഠരായ എല്ലാ ദൈവമക്കളും ദൈവം മുൻപാകെ തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. വിശുദ്ധ അഗസ്തിനോസ് തൻ്റെ അനുതാപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഴുതപ്പെട്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രദ്ധേയമായ അനുതാപമാണ് 51-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഒന്നാമതായി, മനസാക്ഷിയുടെ നിലവിളിയും പാപബോധവും, ആദ്യത്തെ 3 വാക്യങ്ങൾ. 2, പാപം ഏറ്റുപറയുന്നതിൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ മനസ്സലിവും, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിലത്തെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നിലവിളിയും കൂട്ടായ്മയുമാകുന്നു നാം കാണുന്നത്. ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പാപം എല്ലായ്പ്പോഴും കുഴപ്പം പിടിച്ചതാണ്. അതൊരിക്കലും നിസ്സാരമായി നാം തള്ളിക്കളയരുത്. തൻ്റെ പാപത്തെ വിവരിക്കുന്നതിനായി ദാവീദ് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവചനത്തിൽ ദൈവം പാപത്തെ വിശദീകരിക്കാൻ കൂടുതൽ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പാപം കുഴപ്പം പിടിച്ച കാര്യമാണ്. നന്മയാണ് ലളിതം. അതെ, ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒരു വളഞ്ഞ വടി എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ റേഡിയോയിലൂടെ പറയുന്നു. ഒരു വളഞ്ഞ വടി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കുമോ അത് എപ്രകാരമാണ് വളഞ്ഞിരിക്കുന്നത് എന്ന്? വാസ്തവത്തിൽ അത് എപ്രകാരം ആയിരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചെന്ന് വരികയില്ല. കാരണം ഒരു 1000-ത്തിലധികം രീതിയിൽ അതിന് വളഞ്ഞിരിക്കാൻ കഴിയും. എന്നാൽ ഞാനൊരു സ്കെയിൽ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു അത് എപ്രകാരമായിരിക്കും ഇരിക്കുന്നതെന്നില്ലേ? എല്ലാവരും ഒരേ വിധത്തിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഒന്നിലധികം വിധത്തിൽ നേരെ ആയിരിക്കാൻ കഴിയുകയില്ല.
നോക്കണേ, പാപം കുഴപ്പം പിടിച്ചതാണ്. നന്മയാണ് നേരെയുള്ളതും ലളിതവും. ദാവീദ് ഒന്നാമതായി തൻ്റെ പാപങ്ങളെ ലംഘനങ്ങൾ എന്ന് വിളിക്കുന്നു. ദൈവം വച്ചിരിക്കുന്ന അതിരുകൾ മറികടക്കുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ദൈവം ചില ഭൗതിക നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ചില ധാർമ്മിക നിയമങ്ങളും ദൈവത്തിനുണ്ട്. ദൈവത്തിന് ചില ആത്മീയ നിയമങ്ങളുമുണ്ട്. ഇവയിലേതെങ്കിലും നാം മറികടക്കുവാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ അവന് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായി വരും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. 2-ാം വാക്യത്തിൽ ദാവീദ് പാപത്തെ അകൃത്യം എന്ന് വിളിച്ചിരിക്കുന്നതായി കാണുന്നു. പൂർണ്ണമായും തെറ്റായതെന്തോ അതാണ് അകൃത്യമെന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുവാൻ കഴിയുകയില്ല. യാതൊരു ഉപാധിയുമില്ല. ക്ഷമാപണം ചെയ്യുവാൻ കഴിയാത്തതാണത്. ഒരിക്കലും നിങ്ങൾക്ക് അതിനെ അനുവദിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് അകൃത്യം. 2ഉം 3ഉം വാക്യങ്ങളിൽ പാപം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പാപയാഗം എന്നാണ്. 4-ാം വാക്യത്തിൽ പാപം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ ഹമാറ്റിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നത്രേ. അത്ര മാത്രം. ലക്ഷ്യം തെറ്റുക എന്നത് തന്നെ നാം ദൈവത്തിൻ്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നാണ്. അതെ, ആ അർത്ഥത്തിലാണ് ഇന്ന് നാം എല്ലാവരും പാപികളായിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ ദൈവത്തിൻ്റെ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.